ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങളുണ്ടാകും, വിദേശ ഉൽപ്പന്നങ്ങളുണ്ടാകും. അപ്പോൾ ഉൽപ്പന്നങ്ങളും ഇവരെ കൺട്രോളിൽ വരും. പിന്നെ കൂടാതെ ഉണ്ടാകാമെന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ അവരുടെ കുത്തകയായിട്ട് മാറും. ഇപ്പോൾ റിലയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. റിലയൻസ് ആദ്യം ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കാലത്ത് വെച്ച് വയനാട്ടിൽ കൂടെ എന്ന് പറഞ്ഞു. വയനാട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ അവർ 3000 ശിഷ്ടത്തോളം വരുന്ന ഇഞ്ചി മേടിച്ചുകൊണ്ട് അവർ കേരളത്തിലേക്ക് കാലത്ത് വെച്ചു. ആ ഇഞ്ചി മേടിച്ചിട്ട് അവർ നേരെ അവരുടെ ബാംഗ്ലൂരിലുള്ള ഗോഡൗണിലയച്ച് അത് റീപാക്ക് ചെയ്ത് വീണ്ടും കേരളത്തിലെ വിപണിയിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ്. ഈ 3000 ശിഷ്ടം വരുന്ന ഇഞ്ചി അവർ വാങ്ങിക്കണം. ഈ ഉൽപ്പന്നം എങ്ങനെ അവർ വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിലവിലുള്ള മാർക്കറ്റ് വിലയേക്കാൾ ചിലപ്പോൾ 50% കൂടുതൽ കൊടുത്തായിരിക്കും അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആ കർഷകരിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ചെറുകിട വ്യാപാരികളുണ്ട്. അവർക്ക് ആർക്കും സാധനം കിട്ടാണ്ട് സാധനം മുഴുവൻ റിലയൻസ് വാങ്ങിച്ച് കഴിയുമ്പോൾ അവർക്ക് കിട്ടില്ല സാധനം. ആ സാധനം കിട്ടാണ്ടായി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവരുടെ കച്ചവടം ഇല്ലാണ്ടാവും. അവരുടെ കച്ചവടം ഇല്ലാണ്ടായി, അവർ തീർത്തില്ലാണ്ടായി ആ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ ചിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്കും റിലയൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പുതിയ തന്ത്രം അവർ ആവിഷ്കരിക്കും. എന്നാൽ ചെയ്യാൻ പോണത് തന്നെയല്ലോ, വ്യാപാര മേഖലയിലെ മെയിൻ തന്ത്രം ഇത് തന്നെ. അപ്പോൾ അങ്ങോട്ട് വില കുറക്കും. ഇപ്പോൾ 1 കിലോയ്ക്ക് 50 രൂപ കൊടുത്താണ് ഇപ്പോൾ അവർ വാങ്ങണമെങ്കിൽ ഒരു അവസ്ഥ എത്തുമ്പോഴത്തേക്ക് ഇവർ മാത്രം വാങ്ങിക്കാനുള്ളൂ എന്നുള്ള അവസ്ഥ എത്തിക്കഴിയുമ്പോഴത്തേക്കും 1 കിലോയ്ക്ക് 10 രൂപ കിട്ടും. പിന്നെ കർഷകർക്ക് വിൽക്കാണ്ടിരിക്കാൻ പറ്റും. കർഷകർക്ക് അപ്പോൾ നഷ്ടം വരും. നഷ്ടം വരുമ്പോഴത്തേക്കും അവർ ചെയ്യാനുള്ള പരിപാടി ശരിക്കും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ വെറുതെ നമ്മൾ ഈ ചെറുകിട മേഖലകളിൽ ഉള്ള ഉൽപാദന മേഖലകളിലുള്ള ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഈ ബാഗ്, തുണി പോലുള്ള മേഖലകളിൽ, ആ മേഖലകളിൽ പീസ് വർക്ക് എന്നുള്ളൊരു പരിപാടിയുണ്ട്. ഒരു ഷർട്ട് തയ്ക്കാൻ വേണ്ടി മാത്രം പൈസ കൊടുക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ മെഷീനും നൂലും എല്ലാ സാധനങ്ങളും ഇവർ കടക്കാരെത്തിച്ചു തരും, അല്ലെങ്കിൽ വലിയ വ്യാപാരികൾ എത്തിച്ചു തരും. ഓരോ പീസ് തയ്ക്കാൻ